മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും പറയുന്ന പോലെ തന്നെ മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകും പൊടി, ജീരകപ്പൊടി, മസാലപ്പൊടി ഇതെല്ലാം കൂടെ, ഉള്ളി, തക്കാളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കിതിങ്ങനെ കൂട്ടിയൊന്നും ഞൗണ്ട മാത്രമൊന്നും വലിയ ഞൗണ്ടലൊന്നും ഇല്ല, എന്നാലും ഉപ്പ് ഇട്ടിക്കണേ. എന്നിട്ട് നമ്മൾ വെക്കാൻ പോകുന്നത് എന്താ വിചാരിച്ചാൽ കോഴിപ്പാട്സാണ് കേട്ടോ. കോഴിപ്പാട്സ് നല്ലോണം കഴുകിയിട്ട് ഈ പാത്രത്തിലാക്കിയതാ, ഊറ്റി വെച്ചതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും കൂടെ അത് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നുമില്ല, നല്ലോണം വെള്ളമൊക്കെ വാർന്നിക്കണം ഓട്ടക്കൊട്ടയിൽ അതിനെക്കൊണ്ട്. ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിനകത്ത് കിട്ടിയ മുട്ടകളാണ് കേട്ടോ ഇത് നമുക്ക് കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കണം. ഇത് വെന്തൻ കുറച്ച് മുകളിലിട്ട് കൊടുക്കണം, ഞാൻ കുഴക്കുമ്പോൾ പൊട്ടിപ്പോയി അരച്ചിട്ടാണ് കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ലോണം ഒന്ന് വെന്ത് കിട്ടിട്ടത് ഒരുപാട് വെന്നുകൊണ്ടിരിക്കണേ ഇതട്ടോ. കുറേ നേരം കൂക്കൊക്കെ വന്നതാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എന്തൊക്കെ ഇനി വേണ്ടിയത്, ഉപ്പോ പുളിയോ എന്നൊക്കെ നോക്കുക. കാരണം നമ്മളെ കോഴിപ്പാട്സൊക്കെ റെഡിയായി. ഇതിലേക്ക് ഇതാ കുറച്ചും കൂടെ കരിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. തിരിഞ്ഞ് തിളപ്പിക്കുകയാണ്. ഈ തിളച്ചിട്ട് നല്ലോണം വെന്തതിൻ്റെ ശേഷം വെള്ളം ഊറ്റിയിട്ട് നമുക്ക് മുന്തിരിങ്ങ ജ്യൂസ് അടിക്കണം. നമ്മളെ ജ്യൂസല്ല, എന്താണ് പറയുക, നമ്മളതാ ഫ്രൂട്ട്സ് തക്കിനിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് അധികമൊന്നുമില്ല, പേരക്ക, വത്തക്ക, മുന്തിരിങ്ങ ഉള്ളും, പൊരിച്ചതൊന്നുമില്ല കടി കേട്ടോ. നമ്മളെ ജ്യൂസ് നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ്. എടുത്ത് കഴിച്ചുകൂടി വെക്കണം. അയ്യോ.